അതിനിടെ KPCC നേതൃയോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അതിൽ സജീവ ചർച്ചയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നേതൃയോഗത്തിൽ രാഹുൽ വിഷയത്തിൽ VD സതീശൻ സംസാരിച്ചിട്ടില്ല. അതേസമയം നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണത്തിൽ ശക്തമായ നടപടിക്ക് KPCC യോഗത്തിൽ നിർദ്ദേശമുയർന്നിട്ടുണ്ട്. പാർട്ടി ഡിജിറ്റൽ മീഡിയ സെല്ലിന് ഇതിൽ പങ്കുണ്ടോ എന്നത് പരിശോധിക്കും. VT ബൽറാമിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുക. അതേസമയം പാർട്ടി തീരുമാനത്തെ ധിക്കരിച്ചിട്ടില്ല എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ പ്രതികരണം കേൾക്കാം. നേതൃത്വത്തെയും പാർട്ടിയും ധിക്കരിച്ച് രാഹുൽ നിയമസഭയിലേക്ക് എന്നാണ് പറഞ്ഞത്. ഒന്ന് ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ. അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ളൊരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം സസ്പെൻഷൻ പീരീഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്. വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, ആരും അനുവാദം അതുകൊണ്ട് തന്നെ നിഷേധിച്ചിട്ടുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയതെന്ന് വിവിധ പ്രതികരണങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. സഭാ സമ്മേളനത്തിൽ MLA പങ്കെടുക്കരുത് എന്ന് പറയാനാകില്ല എന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. MLA ആണല്ലോ അദ്ദേഹം സഭയിൽ ഹാജരായത്. MLA ആണ് അദ്ദേഹം. അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ അദ്ദേഹം ഒരു അംഗമാണ്. നിയമസഭയിൽ അദ്ദേഹത്തെ അംഗമാക്കി ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തതിനോട് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാൻ തയ്യാറായില്ല. എപ്പോഴും നിലപാട് പറയാം, എപ്പോ നിലപാട് പറയും, എപ്പോ പറയും? പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതാണോ? നോ കമന്റ്സ് എന്ന് പറഞ്ഞു പോവുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് സലിം മാലിക്. വിവരങ്ങളുമായുണ്ട്. സലിം, ആദ്യം അറിയേണ്ടത് KPCC നേതൃയോഗം അത് തിരുവനന്തപുരത്ത് തുടരുന്നുണ്ടോ? ഈ വിഷയം ഇന്ന് ചർച്ചയായിട്ടുണ്ട് എന്നാണല്ലോ നമുക്കറിയാൻ കഴിഞ്ഞു. അതിൽ പക്ഷേ പ്രതിപക്ഷ നേതാവ് മൗനം പാലിച്ചു എന്നുള്ളതും അറിയുന്നുണ്ട്. എന്തുകൊണ്ടാണത്? അനുജ, KPCC നേതൃയോഗം അവസാനിച്ചു. KPCCയുടെ ഭാരവാഹി യോഗമായിരുന്നു ഇന്ന് രാവിലെ മുതൽ KPCC ആസ്ഥാനത്ത് ചേർന്നത്. അത് അല്പസമയം മുൻപ് അവസാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം സജീവമായി ചർച്ചയായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായിരുന്നു. അക്കാര്യത്തിൽ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പല നേതാക്കളുടെയും ഭാഗത്തുനിന്നുണ്ടായി. പ്രത്യേകിച്ചും രാഹുൽ വിഷയത്തിന് ശേഷം ഉണ്ടായ സൈബർ ആക്രമണമായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. അത് ഏത് കോണിൽ നിന്നാണെന്ന് കണ്ടെത്തണം, അത് അവസാനിപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതാക്കന്മാർ അഭിപ്രായപ്പെട്ടു. അതിന് പിന്നാലെ ആ വിഷയങ്ങൾ അന്വേഷിക്കാൻ, സൈബർ ആക്രമണം അന്വേഷിക്കാൻ പാർട്ടി തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. VT ബൽറാമിനാണ് അന്വേഷണ ചുമതല. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പങ്ക് കൂടി അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഡിജിറ്റൽ മീഡിയ സെല്ലിലെ അംഗങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ സൈബർ ആക്രമണം അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഒപ്പം തന്നെ K മുരളീധരനും നേതൃയോഗത്തിൽ ഈ സൈബർ ആക്രമണം അവസാനിപ്പിക്കണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അത് പ്രോത്സാഹിപ്പിക്കുന്നവരും അത്തരം പ്രോത്സാഹനങ്ങൾ അവസാനിപ്പിക്കണം. പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന പരിപാടിയല്ല ഇത്തരത്തിലുള്ള സൈബർ ആക്രമണമെന്നും K മുരളീധരൻ യോഗത്തിനിടെ പറയുകയും ചെയ്തു. അതിനുശേഷം പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ഇന്നത്തെ നിയമസഭയിലേക്കുള്ള രാഹുലിന്റെ വരവിനെ ഉൾപ്പെടെ സംസാരിച്ചു എന്നാണ് അറിയുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ വിഷയം തൊട്ടതേയില്ല എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായെങ്കിലും പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോഴും ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ല. പകരം പ്രതിപക്ഷ നേതാവ് ഗൃഹസന്ദർശനത്തെക്കുറിച്ചും നിയമസഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചുമൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അതല്ലാതെ ഈ വിവാദ വിഷയം സംസാരിച്ചില്ല എന്നുള്ളതാണ്
പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ നേതൃയോഗത്തിൽ വയനാട് ആത്മഹത്യകളെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയും ഉണ്ടായി. അതിനുശേഷം NM വിജയന്റെ കുടുംബത്തിന് കഴിയാവുന്ന പരമാവധി സഹായം ചെയ്തു എന്ന് വയനാട്ടിൽ നിന്നുള്ള നേതാക്കൾ അറിയിച്ചു. DCC അധ്യക്ഷനടക്കമുള്ള നേതാക്കളാണ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെയും ഈ സഭാ കാലയളവിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ഉൾപ്പെടെയുള്ളവയുമായിരുന്നു KPCC ചർച്ച ചെയ്തത്. ഒപ്പം തന്നെ പുതിയ പരിപാടികൾ, മറ്റ് സമീപ ദിവസങ്ങളിൽ സംഘടിപ്പിക്കേണ്ട വിഷയങ്ങൾ, ഈ സമ്പൂർണ്ണ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട നിലപാടുകൾ, അതിനെ തുടർന്നുള്ള സമരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളും ഇന്നത്തെ KPCC നേതൃയോഗത്തിൽ ചർച്ചയായിരുന്നു. അനുജ, അതാണ് KPCC നേതൃയോഗം അവസാനിച്ചു. ഈ വിഷയം ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. VD സതീശൻ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും യോഗത്തിൽ നടത്തിയിട്ടില്ല. മാധ്യമങ്ങൾക്ക് മുന്നിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് പ്രേക്ഷകർ കണ്ടതാണ്. ഏതായാലും എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇതിൽ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെയുള്ളത് നമ്മൾ അല്പസമയത്തിനകം തന്നെ നമുക്കറിയാൻ കഴിയുമെന്ന് കരുതുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.